എറണാകുളം പിറവം അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ പോയൊരു വീഡിയോ ആണിത്. പക്ഷേ ഞങ്ങൾക്ക് വാട്ടർഫോൾസിൽ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായിരുന്നു. 6 മണിക്ക് വാട്ടർഫോൾസ് അടയ്ക്കും. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 5:45 ആയി. തൊട്ടടുത്തുള്ളൊരു എക്സോട്ടിക് ബേർഡ് പാർക്കിൽ കയറി. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ള കുട്ടികളുടെ സങ്കടവും പരാതിയൊക്കെ മാറി. കാരണം വെച്ചാൽ അത്രയും നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സൂപ്പറായിരുന്നു. ഏകദേശം 50 റുപ്പീസ് ആയിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ബേർഡ്സിൻ്റെ കൂടെ ഒരു 30 മിനിറ്റ് പറഞ്ഞാൽ അത് ശരിക്കും വേറൊരു ലോകത്ത് പോയ ഫീൽ തന്നെയായിരുന്നു. ആദ്യം കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് തരും കേട്ടോ. കയറുമ്പോൾ തന്നെ ഒരു കൂട്ട പക്ഷികളാണ് നമ്മുടെ മേത്തോട്ട് വന്നിരിക്കുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. നമ്മളത് പ്രതീക്ഷിച്ചില്ല. അത് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ഇനി എന്തായാലും ഒരിക്കൽ കൂടെ അവിടെ പോകണമെന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ ഇനി ഒരിക്കൽ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ അവിടെ കയറണമെന്നുണ്ട്. വെക്കേഷന് കുഞ്ഞുങ്ങൾ എവിടെയും കൊണ്ടുപോയില്ല. മാത്രമല്ല ചെറുതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറുതിനോട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് പോകാൻ സാധിച്ചില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് സൺഡേ ഉച്ചയ്ക്കാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് പോയാലോ എന്ന്. പിന്നെ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 മണിയായി. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേന് ലേറ്റായിപ്പോയി. അതാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റാതായിപ്പോയത്. കുഞ്ഞിന് ഭയങ്കര സങ്കടമായിരുന്നു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇനി ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചു അവനെ. ചെറുത് പക്ഷേ ഹാപ്പിയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷീനെയൊക്കെ കുഞ്ഞുങ്ങളുടെ മേത്ത് അവർ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയില്ല എന്നുള്ള ആ പരാതി കുറച്ചൊന്ന് കുറഞ്ഞു. പിന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് മഴയത്ത് വാട്ടർഫോൾസിൽ ഇറങ്ങുക എന്നുള്ളത് കുറച്ച് ടാസ്ക് തന്നെ ആയിരുന്നു. ചെറുതുണ്ടല്ലോ അയാൻ ബേബി, അവനോട് റെഡിയാകാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി കുറേ നേരം ബക്കറ്റിനുള്ളിൽ വെള്ളത്തിൽ കയറിയിരുന്നു. ഇറങ്ങുന്നോണ്ടൊന്നും കേട്ടില്ല. നമുക്ക് നേരം പോകാമെന്നുണ്ട് അവൻ കേട്ടേയില്ല. അപ്പം ഇവിടെ എത്തിയപ്പോൾ വാട്ടർഫോൾസിൽ ഇറങ്ങാൻ പറ്റാത്തത് അവൻ്റെ കുറ്റമായിട്ട് ഞങ്ങൾ മാറ്റി. കുഞ്ഞു വൈകിയില്ലോ, ലേറ്റായില്ലേ, ഇറങ്ങാൻ പറഞ്ഞിട്ട് ബാത്റൂമിൽ ബക്കറ്റിനുള്ളിൽ കയറിയിരുന്നില്ല, അതല്ല ഇത്ര സമയം പോയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ കുറച്ച് ശാന്തനായി. അല്ലെങ്കിൽ കരയാൻ തുടങ്ങുമായിരുന്ന ആൾ. പിന്നെ എന്തായാലും നമുക്ക് ഇനി ഒരു വട്ടം കൂടെ വരാമെന്ന് പറഞ്ഞ് അവൻ ഉറപ്പ് കൊടുത്തു. എന്താണ് എല്ലാത്തിനും ഒന്നിച്ചു നോക്കി ഓ എന്ത് രസമാണ് കാണാൻ.
ഇപ്പോഴാണ് റെക്കോർഡായത്. വെളിച്ചമില്ലാത്തത് കൊണ്ട് ആദ്യം വെളിച്ചം തരുന്നു. യെസ്, കൊള്ളാം കൊള്ളാം. നൈസ് 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 നൈസ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, വെളിച്ചമുണ്ട് കേട്ടോ. നൈസ് എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ചോട്ടു? ഇഷ്ടമായോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സ്നേഹ ആദിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കടിച്ചോ? സാരില്ലേ, പോട്ടെ. നമുക്കിവിടെ ഇറങ്ങാമായിരുന്നു, നമ്മൾ ലേറ്റായില്ല എത്താൻ. പക്ഷെ നല്ല ഇത് പ്രകൃതി രമണീയം. അതെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം 4 മണി. പിന്നെ വഴി തെറ്റിയിട്ട് കുറച്ച് സമയം പോയില്ലേ, അതുകൊണ്ട് ലേറ്റായത്. ഗുളുഗുളു മാപ്പ് ചതിച്ചളഞ്ഞു. പക്ഷെ കൊള്ളാം. പോകുമ്പോൾ അതൊന്നും എടുക്കാൻ തോന്നിയില്ല വീഡിയോസ്. പക്ഷെ വരുമ്പോൾ രാത്രി. ഇത് ഏത് റൂട്ടായിരുന്നു? അങ്ങനെ ഇതൊരു പൈനാപ്പിൾ തോട്ടാണ് ഇവിടെ. ഇത് കുഞ്ഞു കോട. ഈ ഒരു മല ഫുൾ പൈനാപ്പിൾ. പൈനാപ്പിളാണ്. ഇത് ലൈവാണ്. സ്ക്രീൻ ഫുൾ. പിന്നെ ഇതിന്റെ കല്ല്. അന്നപ്പോ നീ അവിടെ പോയി എടുക്കും. അവിടെ കയറെടുക്ക്. എടാ റോഡ് എടുക്കില്ലേ? ആ റോഡ് അവിടെ അങ്ങനെ എടുക്കുന്നത്. അപ്പൊ ക്ലോസ് ചെയ്യും. ഇതുപോലെ എത്ര വരെ? മതി മതി. കൊള്ളാം.